എനിക്ക് എഴുത്തിൽ ആത്മവിശ്വാസം വളരെ കുറവുള്ള ആളാണ് ഞാൻ. വളരെ കുറവുള്ള ആളാണ്. ഞാൻ എഴുതുന്നത് രണ്ടാമത് വായിച്ച് നോക്കുമ്പോൾ വളരെ പ്രശ്നമുള്ള ആളാണ് ഞാൻ. ഇതിൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ഞാൻ ഒരിക്കലും വായിക്കാറില്ല. അതിനെക്കുറിച്ച് റിവ്യൂകൾ തന്നെ ഒന്ന് ഓടിച്ചു നോക്കത്തുള്ളൂ. കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേകത, കോട്ടയത്ത് ഈ കോഴിക്കോട് പോലെ എഴുത്തുകാർക്ക് വലിയൊരു ചുറ്റും ഒരു പരിവേഷം കൊടുക്കുന്ന സ്ഥലമല്ല. എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ സക്കറിയ സാർ വഴിയെ നടന്നു പോയാലും പാലക്കാർ ഒരു കറിയാച്ച നടന്നു പോകുന്നു എന്ന രീതിയിൽ അവർ ചിന്തിക്കുള്ളൂ. അതിലപ്പുറം ഒരു അരിന്തേറും അയ്മനത്തോട് നടന്നു പോയാലും അയ്മനങ്കാലം ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്നെപ്പോൾ ഒരാൾക്ക് അത്രയും പോലും കിട്ടില്ല. ഞാൻ ഡെയിലി വീട്ടിൽ താമസിക്കുന്നു, വൈകുന്നേരം മാർക്കറ്റിൽ പോയി മീൻ മേടിക്കുന്നു. ഒരു അത്രയും പരിഗണന അവരെനിക്ക് തരുന്നുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് സ്വയംബോധത്തോടെ ജീവിക്കാൻ പറ്റും. അത് മീശ എഴുതിയത് മുഴുവൻ കൈകൊണ്ടാണ് എഴുതിയത്. എഴുതി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം വന്നത്, എൻ്റെ കൈവശം വളരെ മോശമായ കൈവശമാണ്. അപ്പോൾ ഞാനിത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പല DTP സെന്ററിൽ സമീപിച്ചിട്ട് അവരെല്ലാം തിരിച്ചു തന്നു. അപ്പോൾ ഒരു പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, പുള്ളി ഏത് വൃത്തിയായിട്ട കൈവശവും വായിക്കുന്നു പറഞ്ഞു. കാരണം പുള്ളി പത്രക്കാരുടെ കൈവശം വായിച്ച്, പുള്ളി എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചായിരുന്നു. പുള്ളി ഞാൻ ജയിപ്പിച്ചു. പുള്ളി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളി 2 ദിവസം കഴിഞ്ഞ് പുള്ളി തിരിച്ചു തന്നു. സാധാരണ ഇപ്പം ദിലീഷ് പോത്തൻ ചെയ്ത സിനിമകളുടെ അതേ രീതിയിലുള്ള കഥകളുമായിട്ടായിരിക്കും ഒക്കെ ദിലീഷ് പോത്തനെ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ലിജോയുടെ അടുത്തോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അടുത്ത് എത്തുന്നത്. അവരൊരു പക്ഷേ അതായിരിക്കില്ല ആഗ്രഹിക്കുന്നത്. അവർ വിചാരിക്കുന്ന പുതുമയായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടതുമായിട്ട് അവർ എടുത്ത് ചെല്ലുക. നമ്മൾ എടുത്തു നോക്കുക, വേറൊരു വെബ് സീരീസ് കണ്ടിട്ടും അത്രയും ക്യാരക്ടേഴ്സ് എൻ്റെ ഉള്ളിൽ നിൽക്കുന്നില്ല. പക്ഷെ ഇത് വൈക്കിംഗ് കണ്ടു കഴിഞ്ഞപ്പം അതിനകത്ത് 10-30 ക്യാരക്ടേഴ്സ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവരെ കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെ അവരുടെ മുഖം എവിടെയെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് ഇയാളാണല്ലോ നമ്മൾ ആലോചിക്കാൻ പറ്റുന്നുണ്ട്. അതാ കഥാപാത്ര നിർമ്മിതിയുടെ കരുത്താണ്. എപ്പോഴും യൂറോപ്യൻ സാധനങ്ങളുടെ പ്രത്യേകത അവരുടെ ചരിത്രം ലോക ചരിത്രവും കൂടെയാണ്. വൈക്കിങ്ങുകളുടെ ചരിത്രം ലോക ചരിത്രമാണ്. പക്ഷെ നമ്മളുടെ ഹിസ്റ്ററിയോ നമ്മൾ ഇതെടുക്കുമ്പോൾ നമ്മുടെ പരിമിതി എവിടെയാണ് കിടക്കുന്നത്. നമ്മളത് ലോക ചരിത്രമല്ല ആയിട്ട് ആരും അംഗീകരിക്കുന്നില്ല. അത്രയും പേർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് കലിങ്കുണ്ടായിരുന്നു. ആൾക്കാർ വെറുതെ കുറച്ച് പേര് അവിടെ ഇരിക്കും, വഴിയെ പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. വെറുതെ രാഷ്ട്രീയ നായനാരെയും EMSനെയും കർണാടകനെയും എല്ലാം അവിടെ ഇരുന്ന് കുറ്റം പറയും. അത് അവിടെ ഇരുന്നവർക്ക് പറയാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇതിപ്പം നേരെ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ കലങ്കിലിരുന്നുണ്ട് ആരെ എന്തും പറയാം നമുക്ക്. ഹരീഷിൻ്റെ ആദ്യത്തെ നോവൽ മീശ ആദ്യാവസാനം ആദ്യം വായിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ ഹരീഷിൻ്റെ പിന്നീടുള്ള എഴുത്തിനിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരിട്ട് ബന്ധപ്പെടുകയും വിളിക്കുകയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ. അപ്പം അതിനകത്ത് എനിക്ക് രസമായിട്ട് തോന്നിയത്, ഇപ്പോൾ ഈ പട്ടുനൂൽ പുഴു വായിച്ചപ്പോൾ അതിൻ്റെ ആമുഖത്തിൽ ഹരീഷ് പറയുന്നുണ്ട്, അതായത് ആദ്യം എഴുതേണ്ടിയിരുന്ന നോവൽ, അതായത് ആദ്യം ഏതാണ്ട് മനസ്സിൽ രൂപീകരിച്ചിട്ടുള്ളൊരു നോവൽ സങ്കല്പമാണിതെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് അത് ആദ്യം അതായത് മീശയ്ക്ക് മുമ്പേ തന്നെ പട്ടുനൂൽ പുഴു രൂപപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പൂർണ്ണമായിട്ട് രൂപപ്പെട്ടതല്ല പറയുന്നത്. അങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു. ആ ഒരു ജീവിതം ഒന്നാക്കിയാൽ കൊള്ളാവുന്ന ഒരു ആശയം മനസ്സിലുണ്ടായിരുന്നു. അത് എങ്ങനെ എഴുതണമെന്നോ ഏത് രീതിയിലാകണമെന്നുള്ള ഒരു ധാരണ എനിക്കില്ലായിരുന്നു. ഇപ്പോൾ ഒരു നോവൽ ഇങ്ങനെ എഴുതാമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ ആലോചിച്ച് പിന്നെ വായനയൊക്കെ മുന്നോട്ട് പോയപ്പോഴാണ് ഇങ്ങനെ എഴുതാൻ ഒരു സാധ്യത ഉണ്ടല്ലോ എന്നാലേക്ക് എഴുതുകയും ചെയ്തത്. അപ്പോൾ ആദ്യം ആലോചിച്ചെന്ന് പറഞ്ഞാൽ അത് എഴുതണമെന്ന് പോലും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ രൂപപ്പെട്ട് വരുന്നതനുസരിച്ച് എഴുതിയൊരു ബുക്കാണ്. അന്ന് എഴുതിയിരുന്നെങ്കിൽ ഇതുപോലെ ആകില്ലല്ലോ ഈ നോവല്. ഇല്ല, മീശ ഇന്ന് എഴുതിയാലും അതുപോലെ ആകില്ല. നമ്മളെ 4-5 വർഷം നമ്മളെ മാറ്റുന്നുണ്ടല്ലോ, അതാ സംഭവിച്ചത്. എനിക്ക് തോന്നിയ ഏറ്റവും മെച്ചറായിട്ടുള്ള നോവൽ, ഹരീഷിൻ്റെ ഏറ്റവും മെച്ചറായിട്ടുള്ള നോവൽ പട്ടുനൂൽ പുഴുവാണെന്നാണ് തോന്നുന്നത്, എൻ്റെ ഒരു വായനയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലേക്ക് എഴുത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഹരീഷ് തന്നെ പലപ്പോഴായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതൊരു വലിയൊരു ഒരുപാട് ക്ലേശം നിറഞ്ഞ ഒരു വഴി തന്നെയാണ് നോവലിൻ്റെ എഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 നോവലുകളും പൂർത്തിയാക്കിയ ഒരാൾ എന്നുള്ള രീതിയിൽ നോവൽ എഴുത്ത് എന്നുള്ള ആ ഒരു സർഗ പ്രക്രിയ ഉണ്ടല്ലോ, അതിനകത്ത് നമ്മളിപ്പം കഥയും മനോഹരമായിട്ട് എഴുതി പോകുന്നുണ്ട് ഒരു വഴിക്ക്. അപ്പോൾ ഈ നോവലും കഥയും എഴുതുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, അതിൻ്റെ ഒരു സംഘർഷത്തിൻ്റെ വ്യത്യാസം എങ്ങനെയാണ്? എനിക്ക് എഴുത്തിൽ ആത്മവിശ്വാസം വളരെ കുറവുള്ള ആളാണ് ഞാൻ. വളരെ കുറവുള്ള ആളാണ്. ഞാൻ എഴുതുന്നത് രണ്ടാമത് വായിച്ച് നോക്കുമ്പോൾ വളരെ പ്രശ്നമുള്ള ആളാണ് ഞാൻ. ഇത് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ഞാൻ ഒരിക്കലും വായിക്കാറില്ല. അതിനെക്കുറിച്ച് റിവ്യൂകൾ തന്നെ ഒന്ന് ഓടിച്ചു നോക്കത്തുള്ളൂ. കാരണം അത്ര ആത്മവിശ്വാസം ഇല്ല കാര്യത്തിൽ. ഇതെൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് മാത്രമല്ല പല എഴുത്തുകാർക്കും അങ്ങനെയുണ്ട്. ഒരു തവണ MD പറഞ്ഞിട്ടുണ്ട്. MD ഇത്രയും ഞാനിവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞു, അദ്ദേഹം ഒരു പുതിയ കഥ എഴുതാതിരിക്കുമ്പോൾ കൈ വിറയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓഹൻ ബാബുക്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നോവൽ സമ്മാനം കിട്ടിയ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നോവൽ എഴുതാൻ തുടങ്ങുമ്പോഴുള്ള പ്രയാസങ്ങളെ കുറിച്ച്. അന്നേരം നമുക്ക് കിട്ടിയ അവാർഡുകളോ പ്രശംസകളോ ഒന്നും നമ്മളെ സഹായിക്കില്ല. നമ്മൾ ഒറ്റയ്ക്ക് നേരിടേണ്ട ഒരു പ്രക്രിയയാണത്. അങ്ങനൊരു തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ് നോവൽ എഴുത്ത്. അപ്പോൾ ഞാൻ കഥ എന്നുള്ള വ്യത്യാസം രണ്ടും ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. കഥ
കുറച്ചുകൂടെ സൂക്ഷ്മമാണ്. പക്ഷേ നോവലിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രമേയം ഒരു 3-4 വർഷം നമ്മുടെ മനസ്സിൽ നിൽക്കണം. അതേ ആവേശം ഉണ്ടായിരിക്കണം അതിന്. കഥ ചിലപ്പോൾ 1 മാസം കൊണ്ട് നമ്മൾ എഴുതി തീർക്കും, ചിലർ പെട്ടെന്ന് എഴുതി തീർക്കാറുണ്ട്. അപ്പോൾ അത്രയും നാളും അതിൻ്റെ ഒരു ആവേശം നമ്മുടെ ഉള്ളിൽ നിന്നാൽ മതി. ഇതങ്ങനെയല്ല, ഇത് നമ്മളെ നിരന്തരം പിന്തുടരണം, കഥാപാത്രങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം. ഇടയ്ക്ക് വെച്ച് ഒരു നോവൽ നിർത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ചിലപ്പോൾ 1-2 വർഷം അതിനു വേണ്ടി ഇരുന്നിട്ട് അത് പകുതി വെച്ച് നിർത്തി പോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു നോവലെടുത്ത് കുറച്ചുകൂടെ നമ്മളെ സമയം ആവശ്യപ്പെടുന്നതും നമ്മൾ കുറച്ചുകൂടെ അതിനകത്ത് മുഴുകണം എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ്. ഈ തിരക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ പൊതുവേ പറയും, അതിനെ മാർക്കേഴ്സ് കളിയാക്കിയിട്ടുണ്ട്. കാരണം ഈ ശരിക്കും പുഴത്തീരത്ത് പോയിരിക്കുക, ഏകാന്തനായിരിക്കുക, അങ്ങനെ ഇപ്പോൾ റിസോർട്ടുകളിലൊക്കെ പോയിരുന്നിട്ട് സ്ക്രിപ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. കാരണം ഒരു ശല്യം ഇല്ലാതെ ഇരുന്നാൽ എഴുതാൻ പറ്റും. അതിനെ ഒരിക്കലും മാർക്കേഴ്സ് കളിയാക്കി പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് ഈ ശബ്ദത്തിൽ മെക്സിക്കോ സിറ്റിയുടെ നഗരത്തിൻ്റെ ശബ്ദവും പൊടിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എഴുതാൻ പറ്റൂ. അതും വൈകുന്നേരം വരെ എഴുതിയാൽ വൈകുന്നേരം സാധാരണ മനുഷ്യന്മാരുടെ ഇടയിൽ ആ കലമ്പലിൽ പോയി നിൽക്കണം, എന്നാൽ മാത്രമേ എനിക്ക് പുതിയൊരു എഴുത്ത് വരൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ 3 നോവലുകൾ, അതിനിടയിലെ കഥകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് എന്താ പറയുക, നോവൽ ഭാരം മനസ്സിലുണ്ട് താനും എഴുതാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിനെ ക്രമീകരിക്കുന്നത്? എങ്ങനെയാണ്? ഒറ്റയ്ക്കിരുന്നില്ലേ അല്ലാതെ എനിക്ക് പറ്റില്ല എഴുത്ത്. ബഹളത്തിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ റിസോർട്ട് വേണമെന്നോ ഫ്ലാറ്റ് വേണമെന്നൊന്നുമില്ല. അതൊക്കെ നമ്മൾ വെറുതെ റിസോർട്ടിലേക്ക് ഇരുന്നാൽ ചിലപ്പോൾ എഴുത്ത് വരണമെന്നില്ല, ടെൻഷൻ കാരണം ഇത്രയും പൈസ പോകുമല്ലോ, ഇത് ഇത്രയും നല്ല സ്ഥലത്ത് ഇരിക്കാനുള്ള നമുക്ക് അർഹതയുണ്ടോ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ചിലപ്പോൾ നമ്മുടെ എഴുത്ത് നടക്കണമെന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ മുറിയിൽ വീട്ടിൽ തന്നെ അടച്ചിരുന്നു. ഈ എല്ലാ എഴുത്തും നടന്നിട്ടുള്ള വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ തന്നെയാണ്. അപ്പൊ മുറിയിൽ അടച്ചിരുന്ന് എഴുതുക എന്നുള്ളതാണ്. അതിപ്പം സ്ക്രിപ്റ്റ് എഴുതിയാലും അങ്ങനെയാണ്. അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോയി വർക്ക് ചെയ്യും. അല്ലാതെ ഈ പറഞ്ഞ പ്രത്യേക സ്ഥലങ്ങൾ ആവശ്യമില്ല എനിക്ക്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ സമയം എടുത്തുള്ള എഴുത്താണ്. ചിലപ്പോൾ ഒരു വലിയ ഒരു ദിവസം എഴുതാൻ പറ്റുള്ളൂന്നിരിക്കും, ചിലപ്പോൾ കുറച്ച് കൂടുതൽ എഴുതും. കൃത്യമായിട്ട് ചിട്ടയില്ലെങ്കിലും ഞാൻ ടൈം എടുത്ത് എഴുതാറ്. കുറച്ചുകൂടെ സമയം അതിനു വേണ്ടി എടുത്ത് ബുദ്ധിമുട്ടിയിരുന്നാണ് എഴുതാറ്. ഈ എഴുത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പം പേപ്പറിൽ എഴുതുകയാണോ ചെയ്യുന്നത്, അതോ കമ്പോസ് ചെയ്യണം? ഞാനിപ്പോൾ ഇത് ചെയ്യാണ്, ലാപ്ടോപ്പിൽ ചെയ്യാണ്. അത് മീശ എഴുതിയത് മുഴുവൻ കൈകൊണ്ടാണ് എഴുതിയത്. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം വന്നത്, എൻ്റെ കൈവശം വളരെ മോശമായ കൈവശമാണ്. അപ്പോൾ ഞാനിത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പല DTP സെൻറ്ററിൽ സമീപിച്ചിട്ട് അവരെല്ലാം തിരിച്ചു തന്നു. അപ്പോൾ ഒരു പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, പുള്ളി ഏത് വൃത്തിയായിട്ട കൈവശവും വായിക്കുമെന്ന് പറഞ്ഞു. കാരണം പുള്ളി പത്രക്കാരുടെ കൈവശം വായിച്ച്, പുള്ളി എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചായിരുന്നു. പുള്ളി ഞാൻ ജയിപ്പിച്ചു. പുള്ളി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളി 2 ദിവസം കഴിഞ്ഞ് പുള്ളി തിരിച്ചു തന്നു. പിന്നെ പറ്റിയില്ല. അപ്പം ഞാൻ ഇത് ടൈപ്പ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ വായിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് ചിലത് വായിക്കാൻ പറ്റത്തില്ല ഞാൻ എഴുതിയത്. അങ്ങനെ അത്ര മോശമായിരുന്നു എൻ്റെ കൈവശം. അങ്ങനെ പിന്നെ ഞാൻ ലാപ്ടോപ്പിൽ ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് വേറെ. ഈ നമ്മളിപ്പം ഈ ആദ്യ നോവൽ പിന്നത്തെ നോവൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അത്ര ഒരു ക്രൊണോളജിക്കൽ പാറ്റേൺ ഹരീഷിൻ്റെ മനസ്സിലെങ്കിലും ഇല്ല. ചിലത് പഴയ നോവൽ പുതിയതായിട്ട് വരുന്നു, പുതിയ നോവൽ ആദ്യം എഴുതുന്നു, അങ്ങനെയൊക്കെയുള്ള സംഗതികളായിട്ട് മാറി മറിയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഓർമ്മകളെ എങ്ങനെയാണ് നമ്മൾ സമാഹരിച്ച് വെക്കുന്നത്? എങ്ങനെയാണ് ഈ തീമുകൾ തമ്മിൽ, പ്ലോട്ടുകൾ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാവുമോ? ഉറപ്പായിട്ടും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പല നോവലുകൾ അല്ല പല നോവൽ സാധ്യതകൾ നമ്മൾ ആലോചിക്കുമ്പോൾ ആലോചിച്ച പലതും നമുക്ക് ചെയ്യാൻ പറ്റില്ല. വളരെ കാര്യമായിട്ട് ആലോചിച്ചതിലോട്ട് ചാടാനുള്ള ധൈര്യം നമുക്ക് ചിലപ്പോൾ ഉണ്ടാകില്ല. അല്ലെങ്കിൽ അത് എഴുതുന്നതിന് ഒരുപാട് വർക്ക് വേണ്ടി വരും. അപ്പം ഞാൻ പലപ്പോഴും ഒരു ചെറിയ നോവൽ എഴുതാം, അല്ലെങ്കിൽ എനിക്ക് എളുപ്പമുള്ള നോവൽ എഴുതാം എന്ന രീതിയിലാണ് ഞാൻ പലപ്പോഴും ശ്രമിക്കാറ്. പക്ഷേ എഴുതി തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. കാരണം നമ്മളൊരു പ്ലോട്ട് വെച്ച് ആലോചിച്ചൊരു നോവലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് അതിലോട്ട് നന്നായിട്ട് മുങ്ങിക്കഴിയുമ്പോഴാണ് നമുക്കിത് ബുദ്ധിമുട്ടാണ്. ഓരോ പ്ലോട്ടും അല്ലെങ്കിൽ ഓരോ നോവലും വളരെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഈ സംഘർഷമുണ്ട്. തീർച്ചയായിട്ടും ഏത് ചെയ്യണം എന്നൊരു ആലോചനകളുണ്ട്. ചിലപ്പോൾ വല്ലതും യാത്ര ചെയ്യേണ്ടതായിരിക്കും, ഒരുപാട് റിസർച്ച് വേണ്ടതായിരിക്കും. അതൊക്കെ ചിലപ്പോൾ നമ്മളങ്ങ് മാറ്റി വെച്ചിട്ട് എളുപ്പമുണ്ടെന്ന് തോന്നിയൊരു ഒന്നിലോട്ട് പ്രവേശിക്കും. പക്ഷെ അത് പലപ്പോഴും കൂടുതൽ കുഴപ്പത്തിലേക്ക് അങ്ങനെ വരാറുണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടവും കൂടെ അതിന് ചേർന്ന് വരും. ഇപ്പോൾ ഏത് ചെയ്യാനാണ് നമുക്കിഷ്ടം, ഏത് തരം ബുക്കുകളാണ് നമ്മൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്, നമ്മുടെ മനസ്സിലെ നോവൽ എന്താണ്, നോവൽ സങ്കല്പം എന്താണ്, അതനുസരിച്ചുള്ള പ്രമേയത്തിലേക്ക് പതുക്കെ നമ്മൾ എത്തിപ്പെടുക ചെയ്യുന്നത്. അങ്ങനെയാണ് വരുന്നത്. ഈ മീശയുടെയും ആഗസ്റ്റ് 17-ൻ്റെയും കഥ പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, അതായത് പിന്നെ അതിനുവേണ്ടി ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്, പട്ടുനൂൽ പുഴുവിന് അത്രയും ആവശ്യം വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഹരീഷ് പറഞ്ഞ ഉത്തരത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, അപ്പോൾ അതിനകത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു മീശ ശരിക്കും ഹരീഷിൻ്റെ ജീവിത പരിസരങ്ങളിൽ തന്നെ
ഉള്ള ഒരു പ്രമേയമാണ്. അത്രയും യാത്ര ചെയ്യേണ്ടയും അല്ലെങ്കിൽ റിസർച്ച് ചെയ്യേണ്ടതിനും വന്നിട്ടുണ്ടോ? എൻ്റെ ജീവിത പരിസരം എന്ന് പറഞ്ഞാൽ ഞാൻ നോർത്ത് കുട്ടനാട് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കുറച്ചൊക്കെ എനിക്കറിയാം. പക്ഷേ അതോടൊപ്പം കുട്ടനാട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സങ്കീർണമായ ഒരു സ്ഥലമാണ്. അതിൽ കൂടെ കുറച്ച് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, പഴയ ആൾക്കാരെ കാണേണ്ടി വന്നിട്ടുണ്ട്, അതിൻ്റെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നോവൽ എഴുതി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എഴുതാൻ മാത്രമുള്ള വിഭവങ്ങൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു കാര്യം എഴുതുന്നു, ഒരു പാടശേഖരത്ത് ഒരു ആദ്യമായിട്ട് പമ്പ് വന്നതിനെക്കുറിച്ച് എഴുതുന്നു. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് എൻ്റെ വിചാരം അത് എനിക്ക് അറിയാവുന്നതാണ്. എഴുതി തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇറങ്ങേണ്ടി വരും. അങ്ങനെ റിസർച്ച് അതിന് വന്നിട്ടുണ്ട്. പിന്നെ അതിലും കുറവ് എനിക്ക് ആഗസ്റ്റ് പതിനേഴിനായിരുന്നു വേണ്ടി വന്നത്. കാരണം അതുകൊണ്ട് ചരിത്രം എനിക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് കുറച്ചൊക്കെ എനിക്ക് അറിയാമായിരുന്നു. പിന്നെ കുറച്ച് ബുക്കുകളിലൂടെയൊക്കെ പോകേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. പട്ടൂർ പുഴുവിന് യഥാർത്ഥത്തിൽ അത്രയും വേണ്ടി വന്നില്ല. കാരണം എനിക്ക് കുറച്ചുകൂടെ പരിചിതമായ ലോകമാണ്, എനിക്ക് പരിചിതമായ ആൾക്കാരാണ്. പിന്നെ കുറച്ചൊക്കെ ഞാൻ സഞ്ചരിച്ച വഴി അതിനകത്തുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ റിസർച്ച് ഇല്ലാതെ എന്നാൽ ബുദ്ധിമുട്ടുള്ള എഴുത്ത് തന്നെയായിരുന്നു അത് എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഒരു മുമ്പേ പറഞ്ഞ പോലെ എങ്ങനെ എഴുതണം എന്നറിയാൻ വയ്യായിരുന്ന നോവലാണ്. അപ്പോൾ അതിൻ്റെ നോവലിൻ്റെ ഫ്രെയിമിലോട്ട് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ, ആ വിഷയം വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അതൊക്കെ തീർച്ചയായിട്ടും ഇതിനുണ്ടായിരുന്നു. ഈ നോവലിനകത്തെ മീശ, പ്രത്യേകിച്ചും മീശ പറയാൻ കാരണം നമ്മളന്ന് സുപ്രീം കോടതിയിൽ അതിൻ്റെ 3 ചാപ്റ്ററുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി PJ മാത്യു എന്ന് പറഞ്ഞ വളരെ സീനിയറായ ഒരു ജേർണലിസ്റ്റ്, ട്രാൻസ്ലേറ്ററും കൂടിയാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു. കാരണം ഇതിൻ്റെ അകത്തെ ഈ സൂക്ഷ്മ നിരീക്ഷണങ്ങൾ, അതിൻ്റെ ചില പ്രത്യേക പദപ്രയോഗങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എന്നാലും മനോഹരമായി ട്രാൻസ്ലേറ്റ് ചെയ്തു. മാത്രമല്ല ചീഫ് ജസ്റ്റിസിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതിയിലുള്ള പല സാധനങ്ങളോടും, അതായത് വളരെ സൂക്ഷ്മമായിട്ട് അതിനകത്ത് ഹരീഷിൻ്റെ നിരീക്ഷണങ്ങൾ, ജീവികൾ, ജന്തുജാലങ്ങൾ, സസ്യജാലങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ നമുക്ക് അങ്ങനെ ഒരു നിരീക്ഷണ ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു ബൊട്ടാണിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും സംഗതി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സൂളജിസ്റ്റൊക്കെ ആകുമ്പോൾ മാത്രമേ അത്തരത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റ് വരും. അങ്ങനെ ഈ അങ്ങനത്തെ ഒരു പെർട്ടിക്കുലറായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുജീവികളിൽ ഹരീഷിന് ഏറ്റവും ഇഷ്ടമുള്ള ജീവി ഏതാ? ചെറുജീവികളിൽ എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ജീവികളുണ്ടല്ലോ, നമ്മൾക്ക് കാണാവുന്ന ചെറിയ പക്ഷികൾ ഇഷ്ടമാണ്. പക്ഷികൾ പാടത്ത് പോകുമ്പോൾ ധാരാളം പക്ഷികളെ കാണാം. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിൽ നോർത്ത് കുട്ടനാട്ടിൽ ഒരുപാട് പക്ഷികൾ വരുന്ന സ്ഥലമാണ്, ഈ വിദേശ പക്ഷികളും ഒക്കെ വരുന്ന സ്ഥലമാണ്. പക്ഷികൾ എനിക്കിഷ്ടമാണ്. എരണ്ട, ഉണ്ടി, കൊക്ക്, അങ്ങനെ ഒരുപാട് ജീവികളുണ്ട്, അതിനെ ഇഷ്ടമാണ്. മീൻ ഇഷ്ടമാണ്, അതിനൊക്കെ എനിക്കിഷ്ടമാണ്. അത്തരം ജീവികളുടെ ഇഷ്ടമാണ്. പിന്നെ ഈ സൂക്ഷ്മ നിരീക്ഷണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടി ഒരു ചെറുപ്പത്തിൽ നല്ല ഇൻട്രോവേർട്ടായ ഒരാളായിരുന്നു. അപ്പം അതായത് ആൾക്കൂട്ടത്തിൽ നല്ല എനിക്ക് ഊർജ്ജം കിട്ടുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ അടുത്ത് കാണാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മുടെ രീതി അതായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു, കുറച്ചുകൂടെ അടുത്ത് കാര്യങ്ങൾ കാണുക. പിന്നെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് കുറച്ച് കൃഷി ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് പാടത്തൊക്കെ പോയിട്ടുണ്ട്, അധികമൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിരീക്ഷണങ്ങൾ അതൊക്കെയാണ് അതിനകത്ത് വന്നത്. പിന്നെ ഞാനത് നമ്മൾ നിരീക്ഷിക്കുന്നു എന്ന വളരെ ബോധ്യത്തോടു കൂടിയല്ല ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ രീതി അതായിപ്പോയി എന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഏതാണ്ട് ഇപ്പം 2018 മീശ പുസ്തകമായിട്ട് ഇറങ്ങുന്നത്. അപ്പം അതിനുശേഷം ഇത്രയും കാലമായി. അപ്പോൾ അതിനിടയിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലുള്ള ഹരീഷിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ, അതായത് നമ്മൾ കൂടുതൽ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തുന്നു, അവാർഡുകൾ കിട്ടുന്നു. അതായത് ആദ്യത്തെ ഒരു സിറ്റുവേഷൻ അല്ല. ഇപ്പം കഥയിൽ തന്നെ അതൊരു ബ്രേക്ക് ഉണ്ട് ഹരീഷിന്. അതിന് ശേഷം വരുന്ന ഇപ്പം ഈ ഒരു എഴുത്തുകാരൻ എന്നുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, അതെന്ത് തരത്തിലുള്ള മാറ്റമാണ് ഹരീഷിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? മീശ വന്നതോടുകൂടി എന്നെ കുറച്ചുകൂടി ആൾക്കാർക്ക് അറിയാൻ തുടങ്ങി. അതിന് മുമ്പ് അറിഞ്ഞുകൂടായിരുന്നു. എന്ന് പറഞ്ഞാൽ വായിക്കുന്നവർക്ക് അറിയാം. അതെ, ചെറു സമൂഹം, അത് ചെറിയ സമൂഹം. അപ്പോൾ അവർക്ക് പോലും എന്നെ കണ്ടിട്ടില്ലായിരിക്കും. മീശ വന്നതോടുകൂടി കുറച്ച് പേര് അറിയാൻ തുടങ്ങി. പക്ഷേ എന്നെ അത് അധികം ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ കോട്ടയത്ത് ആണ് ജീവിക്കുന്നത്, എൻ്റെ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേകത, കോട്ടയത്ത് ഈ കോഴിക്കോട് പോലെ എഴുത്തുകാർക്ക് വലിയൊരു ചുറ്റും ഒരു പരിവേഷം കൊടുക്കുന്ന സ്ഥലമല്ല. എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ സക്കറിയ സാർ വഴിയെ നടന്നു പോകലും പാലക്കാർ ഒരു കറിയാച്ച നടന്നു പോകുന്നു എന്ന രീതിയിൽ അവർ ചിന്തിക്കുള്ളൂ. അതിലപ്പുറം ഒരു അരുന്തേറും അയ്മനത്തോട് നടന്നു പോയാലും അയ്മനങ്കാലം ശ്രദ്ധിക്കില്ല. ഒരു കൗതുകത്തിന് ഒന്നും ശ്രദ്ധിക്കുമായിരിക്കും, അതിലപ്പുറം ഒരു വലിയ പരിവേഷം അവർക്ക് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ എന്നെപ്പോലൊക്കെ അത്രയും പോലും കിട്ടില്ല. ഞാൻ ഡെയിലി വീട്ടിൽ താമസിക്കുന്നു, വൈകുന്നേരം മാർക്കറ്റിൽ പോയി മീൻ മേടിക്കുന്നു, ഒരു അത്രയും പരിഗണന അവരെനിക്ക് തരുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് സ്വയംബോധത്തോടെ ജീവിക്കാൻ പറ്റും. അവിടെ നമ്മുടെ കിളി പോയില്ല പെട്ടെന്ന്. എഴുത്തുകാരനാണെന്നൊരു ധാരണയൊന്നും നമുക്ക് ഉണ്ടായില്ല. അയൽവക്കാരൊക്കെ നമ്മളെ എഴുത്തുകാരനായി കണ്ടാൽ ഭയങ്കര അപകടമാണ്. നമ്മളെ തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നിലം മറന്ന് നമ്മൾ പെരുമാറി പോകും. അപ്പോൾ അതിൽ നിന്ന് ഒഴിവായി കിട്ടുന്നുണ്ട് അങ്ങനെ. അതുകൊണ്ട് അതെന്നെ അധികം ബാധിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം
ഇത് എളുപ്പമായി, കുറച്ചുകൂടെ പ്രസിദ്ധീകരിക്കാൻ എളുപ്പമായി, കുറച്ചുകൂടെ പ്രത്യേകിച്ചും കേരളത്തിന് വെളിയിൽ കുറച്ച് വായിക്കപ്പെട്ടു. അതിൻ്റെ സന്തോഷമൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. അല്ലാതെ എന്നെ അധികം അത് ബാധിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്രസിദ്ധീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് പണ്ടും അങ്ങനെ നേരിട്ടിട്ടില്ല. കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തി എന്നതാണ് അതുകൊണ്ടുണ്ടായ മാറ്റമെന്ന് എനിക്ക് തോന്നുന്നു. ഈ നേരത്തെ പറഞ്ഞല്ലോ തിരക്കില്ലാത്ത ജീവിതമാണ്, ഏകാന്തത ഒരു പ്രമേയം എന്നുള്ള രീതിയിൽ ഹരീഷിന് ഇഷ്ടമാണോ? തീർച്ചയായിട്ടും അതെ. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഏകാന്തത. ഞാൻ പിന്നെ അത് എഴുത്തിലോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചതല്ല. അല്ല, ഇതിൽ ഇ പി രാജഗോപാലൻ പറയുന്നുണ്ടല്ലോ, മീശയിൽ ഇല്ലാത്ത ഏക കാര്യം ഏകാന്തതയാണ്, പട്ടുനൂൽ പുഴുവിൽ ഉള്ളതും ഏകാന്തത എന്ന് ഹരീഷ് പറയുന്നത്. അതെ അതെ അതെ, അത് അദ്ദേഹം പറഞ്ഞത് മീശയിൽ പലതുമുണ്ട്, ഏകാന്തത ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പക്ഷേ മീശ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അയാളുടെ ഉള്ളിലോട്ട് നമ്മൾ അധികം കയറുന്നില്ല. നമ്മൾ ഒത്തിരി മാറി എന്നാണ് അയാളെ കണ്ടത്. ഒരു പുറം കാഴ്ചയായിരുന്നു മീശ, അയാളുടെ ഒരു പുറം കാഴ്ചയായിരുന്നു. അയാളുടെ മനസ്സിലോട്ട് നമ്മൾ അധികം കയറുന്നില്ല, ഒട്ടും കയറുന്നില്ല. ഇപ്പോഴാണ് ഒരു പക്ഷേ ഞാൻ അതിനകത്തോട്ട് കയറിയത്. പക്ഷെ ഇതിനകത്ത് ആൾക്കാരുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അതാണ് ഏകാന്തതയെന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അപ്പം എനിക്ക് ഏകാന്തത തീർച്ചയായിട്ടും ഇഷ്ടമുള്ള പ്രമേയമാണ്. അതിനെ നമ്മൾ വിശദീകരിക്കാനാണ് വളരെ ബുദ്ധിമുട്ട്. പക്ഷെ അത് വിശദീകരിച്ചാൽ വളരെ രസകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, അവനവനോട് സംസാരിക്കുന്നു. ഇപ്പം നമ്മുടെ ഏകാന്തത ഏറ്റവും നമ്മളൊരു പക്ഷേ അനുഭവിക്കുന്നത് നമ്മൾ പുസ്തകം വായിക്കുമ്പോഴായിരിക്കും. അതിൻ്റെ ലോകത്ത് മുഴുകുന്നു. കഥാപാത്രങ്ങളുടെ ലോകത്താണെങ്കിൽ പോലും അതിൻ്റെ ലോകത്ത് മുഴുകുന്നു. ഒരു നല്ല മ്യൂസിക് കേട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നു. എനിക്ക് അത്രയും രസമുള്ളൊരു കാര്യം വേറെ ഇല്ല ലൈഫിൽ. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്. ഈ പട്ടുനൂൽ പുഴു എന്നുള്ള പേര്, അത് നമ്മൾ നേരത്തെ നോവൽ മനസ്സിൽ കൺസീവ് ചെയ്ത സമയത്ത് തന്നെ പുസ്തകത്തിൻ്റെ പേരും അങ്ങനെ തന്നെ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ വേറൊരു പേരായിരുന്നു ആലോചിച്ചത്. ഇപ്പം ഞാൻ പറയുന്നില്ല, ആൾക്കാർ പിന്നെ ആ രീതിയിൽ അതിനെ എടുക്കും. വേറൊരു പേരാണ് ആലോചിച്ചിരുന്നത്. അപ്പം അതേ പേരിലൊരു പുസ്തകം വേറെ വന്നു ഇതിനിടയ്ക്ക്, വേറെ ആളുടെ വന്നു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നോവൽ എഴുതി കഴിഞ്ഞ് കുറച്ച് പേർക്ക് ഇത് വായിക്കാൻ കൊടുത്തിരുന്നു. 2-3 സുഹൃത്തുക്കൾക്ക്. ഒരു ജയേന്ദ്രനുണ്ട് ആലപ്പുഴയുള്ള, മലയാളത്തിലൊരു നല്ല വായനക്കാരൻ. നമ്മൾ ഈ സന്തോഷ് കുമാർ വായിച്ചിരുന്നു. അപ്പോൾ ഇവരെല്ലാം പൊതുവായിട്ട് എന്നോട് പറഞ്ഞത് ഈ പേരത്ര ശരിയല്ല, ഞാൻ അന്നേരം ഇട്ട പേര് ശരിയല്ല, അത് മാറ്റണം എന്നിങ്ങനെ പറയുന്നു. എൻ്റെ ഒരു കസിനുണ്ട്, ഉണ്ണികൃഷ്ണൻ കടക്കൂർ, കഥ എഴുതുന്നത്, അദ്ദേഹം വായിച്ചു. ഇവരെല്ലാം പൊതുവായിട്ട് പറഞ്ഞു ആ പേര് മാറ്റണം എന്ന്. അപ്പോൾ പറ്റിയൊരു പേര് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് അതേ പേര് വേറെ ആൾ ഇടുന്നത്. പിന്നെ ഞാനത് കുറച്ചുകൂടെ എന്ത് നല്ല പേര് വേണമെന്ന് ആലോചിച്ച് അപ്പോൾ എനിക്ക് കൃത്യമായിട്ടൊരു പേര് കിട്ടി. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അയാൾ ആ പേരിട്ട് നന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പേര് കിട്ടില്ലായിരുന്നു. ഈ പേരൊരു ഗുണമായെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോൾ ഇഷ്ടം ഈ പേര് തന്നെയാണ്. ഈ മീശയും ആഗസ്റ്റ് 17 പട്ടുനൂൽ പുഴുവും എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് എൻ്റെ ഒരു പേഴ്സണൽ വായനയിൽ പറയുകയാണ്, മീശയും പട്ടുനൂൽ പുഴുവാണ് എനിക്കിഷ്ടപ്പെട്ട നോവലുകൾ. മറ്റതൊരു കൺസ്ട്രക്റ്റ് എന്നുള്ള രീതിയിൽ അതിനകത്തൊരു നിർമ്മിതിയുടെ സ്വഭാവമുണ്ട്. കാരണം ഇപ്പം ഇറങ്ങുന്ന ചില നോവലുകൾക്കെല്ലാം സംഭവിക്കുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള നമുക്കൊരു നോവൽ ഘടനാ സ്വഭാവം മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നിർമ്മിക്കാൻ പറ്റുന്ന സംഗതികൾ എന്നുള്ള തോന്നിപ്പിക്കുന്നതിലേക്ക് വരുന്ന സംഗതി. ഇപ്പം ഹരീഷിൻ്റെ കണ്ടംപററി റൈറ്റേഴ്സിനെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ പലരും വലിയ വലിയ രചനകൾ നടത്തേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ ലാസറൊക്കെ ഒരു നോവൽ എഴുതേണ്ട സമയമായി. അതുപോലെ യമ 2ാമത്തെ നോവൽ എഴുതേണ്ട സമയമായി. അങ്ങനെയൊക്കെ പലരും ഇതിലിപ്പം ഷാജികുമാറിൻ്റെ നല്ല നോവൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു ഹരീഷിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മീശ കൊണ്ട് അങ്ങനെ ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വേറെ രീതിയിൽ നോവൽ പറഞ്ഞു പോയിക്കൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ഈ പുതിയ ആൾക്കാർക്ക് വേറെ രീതിയിലുള്ള ഒരു നെറേറ്റീവ് കൊണ്ടുവരാനുള്ളൊരു ഇതുണ്ടാക്കും. അത്തരം എഴുത്തുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ, പുതിയ ആൾക്കാരുടെ എഴുത്തുകളെ? ഉറപ്പായിട്ടും പുതിയ ആൾക്കാരുടെ ഞാൻ മിക്കവാറും വായിക്കാറുണ്ട്. പുതിയ ആൾക്കാരുടെ വരുന്ന കഥകൾ, മിക്കവാറും ആഴ്ചപ്പതിപ്പിൽ വരുന്ന കഥകൾ വായിക്കാറുണ്ട്. അവരെ വിളിക്കാറുണ്ട്, പിന്നെ അവരുടെ നോവൽ വന്ന് വായിക്കാറുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പുതിയ തലമുറയെ ഒരുപാട് പേരെ ഇഷ്ടമാണ്. പലരും പറയാറുണ്ട് ഇപ്പം പുതിയ കാലത്തെ എഴുത്ത് മോശമാണ്, അങ്ങനെ നല്ല വർക്ക് വരുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ധാരണയില്ല. കാരണം ഞാനത് വായിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഒരുപാട് നല്ല കഥാകൃത്തുകൾ. ഇപ്പോൾ ഷനോജ് ആർ ചന്ദ്രൻ എന്ന് പറഞ്ഞ കഥാകൃത്ത്, അതെ സലീം ഷെറീഫ് എന്ന് പറഞ്ഞ കഥാകൃത്ത്, ശ്യാംകൃഷ്ണൻ എന്ന് പറഞ്ഞ കഥാകൃത്ത്, ഇങ്ങനെ നമുക്ക് പറയാവുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് കഥാകൃത്ത്. ഇപ്പോൾ ഹരി നൂറാണെന്ന് പറഞ്ഞൊരു ഒരു പുള്ളി എൻ്റെ പ്രായമുള്ള ആളാന്ന് തോന്നുന്നു. പുള്ളി ഒരു പോലീസുകാരാണ്. പുള്ളി എഴുതുന്ന കഥകൾ. പിന്നെ എൻ്റെ വീടിനടുത്ത് തന്നെ കുറച്ചങ്ങ് മാറി താമസിക്കുന്ന സി സന്തോഷ് കുമാർ എന്ന് പറഞ്ഞു. ഈ സന്തോഷ് കുമാർ അല്ല, സി സന്തോഷ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ ഇത് നമ്മൾ വായിക്കുമ്പോൾ ഇതെല്ലാം നമ്മളെഴുതിയ കഥകളെക്കാളും ഒരുപക്ഷെ മുന്നോട്ട് പോകാവുന്ന കഥകൾ അവരെഴുതുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നോവലിൽ എനിക്കങ്ങനെ വലിയൊരു മാറ്റം വരുത്തുന്ന നോവൽ അങ്ങനെ അധികം തോന്നിയിട്ടില്ല. അടുത്ത കാലത്ത് വായിച്ചതിൽ എനിക്ക് തോന്നിയത് ഇപ്പോൾ നമ്മളെ സന്തോഷ് കുമാറിൻ്റെ നോവൽ എനിക്കിഷ്ടമായിരുന്നു.
അതുപോലെ തന്നെ കല്യാണിയും ദാഷാനിയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വർക്കായിരുന്നു. രാജശ്രീയുടെ വിനോദ് തോമസിന്റെ പുറ്റ് എനിക്കിഷ്ടമുള്ള നോവലായിരുന്നു. അങ്ങനെ ഒരു 8-10 നോവൽ. ഷിൻലാലിന്റെ അടി ഒരു നോവലിന്റെ സ്വഭാവത്തിലോട്ട് അല്ല, അത് കുറച്ചുകൂടി ഒരു പല കഥകളും ചേർന്നാണ്. പക്ഷെ അത് ഭയങ്കര രസമുള്ള നോവലാണ്. പ്രശാന്തിന്റെ പൂനമുണ്ട്. അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരുപാട് നോവലുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതൊരു മാറ്റം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വരുന്നുണ്ട്, നല്ല മാറ്റം വരുന്നുണ്ട്. ചെറുകഥകളും ഫോളോ ചെയ്യുന്നുണ്ട്. ചെറുകഥ ഫോളോ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയാം. സലീം ഷരീഫിന്റെയും ഇതിന്റെയൊക്കെ വരുന്നത്. ഇപ്പം അതിനകത്ത് ലാസർ ശരിക്കും ഒരു നോവൽ എഴുതാവുന്നതാണ്. ലാസറിന്റെ എഴുത്ത് രീതി കാണുമ്പോൾ നമുക്കറിയാം നോവലിലേക്ക് പോകാവുന്ന എഴുത്ത്. സനോജിന്റെ അങ്ങനെയാണ്, ആ ഒരു രീതിയുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട് അതിനകത്ത്. ഇപ്പം നല്ല ലിറ്ററേച്ചർ വരുന്നില്ല എന്നുള്ളത് നമ്മളൊരു തെറ്റിദ്ധാരണയാണ്. ചിലപ്പം അവർ ഒച്ച കേൾപ്പിക്കുന്നില്ലായിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ സനോജിന്റെ കഥകൾ അങ്ങനെ ഒച്ച കേൾപ്പിക്കാറില്ല. സലീം ഷരീഫിന്റെ കഥകൾ ഒച്ച കേൾപ്പിക്കാറില്ല. ഒച്ച കേൾപ്പിക്കുന്ന കഥകളായിരിക്കും ഒരു പക്ഷേ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഇവരുടെ കഥകൾ സൈഡിൽ കൂടെ പോകുന്നുണ്ട് നന്നായിട്ട്. ഈ സിനിമയിലേക്ക് ഇടക്കാലത്ത് ഹരീഷ് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ സിനിമയുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഹരീഷിൻ്റെതായ ഒരു മാർക്കോട് കൂടിയിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. എങ്ങനെയാണ് സിനിമയിലെ ജീവിതം? എങ്ങനെയാണ് സിനിമയിൽ കഥയെഴുത്തും ഇതൊക്കെ ആയിട്ട് എൻ്റെ ഡിഫറൻ്റ് ആയ ഒരു രീതിയാണല്ലോ ഇവിടെ? അതെ, അത് നമ്മൾ ഈ കഥയെഴുത്തുമായിട്ട് അവിടെ നടക്കില്ല പരിപാടി. അത് വേറൊരു പരിപാടിയാണ്. അതായത് അത് സിനിമ നമ്മൾ നേരത്തെ തന്നെ ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അത് സംവിധായകന്റെ കലയാണ്. നമ്മളയാളുടെ കൂടെ നിൽക്കേണ്ട ആളാണ്. അല്ലാതെ നമ്മൾ മലയാളികൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, ഇപ്പോൾ MD വാസുദേവൻ നായർ തിരക്കഥ എഴുതും, അത് അതേപടി ആരോ സിനിമയാകും. അങ്ങനെയല്ല യഥാർത്ഥ സിനിമ സംഭവിക്കുന്നത്. സിനിമയിൽ ഒരുപാട് നമ്മൾ എഴുതുന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ വരാം. നമ്മൾ എഴുതുന്ന രീതിയിലേ ആയിരിക്കും ചിലപ്പോൾ സിനിമ വരുന്നത്. ചിലപ്പോൾ നന്നാകാം, കുറച്ചുകൂടെ നന്നാകാം, ചിലപ്പോൾ മോശമാകാം. ഇങ്ങനെ പല പല സാധ്യതകളുണ്ട് അതിനകത്ത്. അത് പലരെ ആശ്രയിച്ചിരിക്കുന്നത്. ഡയറക്ടറെയാണ് സിനിമ. അതോടൊപ്പം അതിനകത്ത് ക്യാമറമാനുണ്ട്, അയാളുടേതായ സംഭാവനകളുണ്ട്, എഡിറ്ററുണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മളതിൻ്റെ ഭാഗവാക്കാകുക, കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളുടെ ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞൊരു ഈഗോയും കൊണ്ട് ഒരിക്കലും ചെല്ലരുതാത്ത ഒരു സ്ഥലമാണ് സിനിമ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളത് മാറ്റി വെച്ചിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ. പക്ഷേ ഞാൻ അക്കാര്യത്തിൽ സന്തോഷം പറയാം. ഞാൻ ഇതിനകത്ത് ഈ സിനിമയിൽ അധികം ഷൂട്ടിംഗ് സ്ഥലത്ത് വന്ന് ചെന്ന് നിൽക്കുന്നയാളല്ല. എൻ്റെതായ പരിപാടി ചെയ്യുന്നു, ആവശ്യം വേണമെങ്കിൽ അവിടെ ചെല്ലുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതും അത്യാവശ്യം നല്ല സൗഹൃദമുള്ളവരുടെ കൂടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല. പിന്നെ അവരുടെ ആശയങ്ങളൂടെ ഇതിനകത്തേക്ക് വരുമ്പോൾ എനിക്ക് സന്തോഷമേ തോന്നിയിട്ടുള്ളൂ. കാരണം എന്താ പറഞ്ഞാൽ ചിലപ്പം പലരുടെ ആലോചനയിൽ നിന്ന് ഒരു നല്ല കാര്യം വരാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒറ്റ ബുദ്ധിക്കല്ലേ നമ്മൾ നോവലും കഥയൊക്കെ ആലോചിക്കുന്നത്, നമ്മുടെ ഒരു ബുദ്ധിക്കാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് പല ആലോചനകളും നടക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എനിക്ക് അത് സിനിമയുടെ ലോകം എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്നെക്കാളും പ്രായം കുറഞ്ഞവരാണ് അതിനകത്തുള്ളത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന മ്യൂസിക് നമുക്കറിയാം, അവരിഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ അറിയാം, അവരിഷ്ടപ്പെടുന്ന സിനിമകൾ അറിയാം. അങ്ങനെ അപ്ഡേഷൻ നമ്മളറിയാതെ നടക്കുന്നുള്ളൂ നമ്മളെ സംബന്ധിച്ച്. അവരെ വായന എങ്ങനെയാണ്? കാരണം നമ്മൾ പറയുക, കാരണം ചിലപ്പം ഈ വായനയും സിനിമയായിട്ട് നേരത്തെ വലിയ ബന്ധമുള്ള സമൂഹമാണല്ലോ കേരളം എന്ന് പറഞ്ഞാൽ. ഇപ്പം MD വാസുദേവൻ നായർ അല്ലെങ്കിൽ നമ്മൾ ലോഹിദാസ് എന്നൊക്കെ പറയുമ്പോൾ കഥയെഴുത്തും സിനിമയായിട്ട് ബന്ധമുള്ള ഒരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ ആൾക്കാരുടെ വായന എങ്ങനെയാണ് ഹരീഷ് നിരീക്ഷിച്ചുള്ളത്? സിനിമക്കാരെ ഞാൻ മനസ്സിലാക്കിയുള്ള സിനിമക്കാർ സെലക്റ്റീവായിട്ട് അവർ ചിലതൊക്കെ വായിക്കുന്നുണ്ട്. ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞ് കേൾക്കുന്നു, അങ്ങനെയൊക്കെ വായിക്കുന്നുണ്ട്. ഇപ്പം ലിജോ പുലിശ്ശേരി അത്യാവശ്യം വായിക്കുന്ന ആളാണ്. ഇവരൊന്നും വലിയ ആഴത്തിലുള്ള ഭീകരവായനയുള്ളവരല്ല, എങ്കിലും അത്യാവശ്യം പറഞ്ഞു കേൾക്കുന്ന ബുക്കുകൾ വായിക്കുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ക്യാമറമാന്മാരെ എനിക്ക് പരിചയമുണ്ട്. അവരൊക്കെ നല്ല വായനക്കാരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മധു നീലകണ്ഠൻ നന്നായിട്ട് വായിക്കുന്നതാണ്. ഗിരീഷ് അത്യാവശ്യം നല്ല പുസ്തകം വായിക്കുന്നത്. ഗിരീഷ് അങ്ങനെ നല്ല പുസ്തകം വായിക്കുന്നതാണ്. എനിക്ക് ചെറിയ പരിചയമുള്ളൂ ഷൈജു കാര്യം. ഷൈജു നല്ല പുസ്തകം വായിക്കുന്നതാണ്. ഇങ്ങനെയുള്ളവർ അതെനിക്കൊരു അത്ഭുതം തോന്നി. ക്യാമറമാന്മാർ നന്നായിട്ട് വായിക്കുന്നവരാണ്. രാജീവ് രവി പട്ടൂർപ്പൂർ വായിച്ച് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ പുള്ളി മലയാളത്തിൽ ഇറങ്ങുന്ന സമകാലിക എഴുത്ത് വായിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്നതാണ് രാജീവ് രവി, നല്ല ലിറ്ററേച്ചർ വായിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു വായനയുടെ ലോകം അവിടെ ഉണ്ട്. ഈ കഥ എഴുതുന്നതിനേക്കാളും കൂടുതൽ ഇപ്പം ഞാൻ എൻ്റെ ഒക്കെ ഒരു പേഴ്സണൽ പരിചയം വെച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പേര് ഈ സിനിമാ കഥ ആയിട്ട് വലിയ സിനിമാ മോഹങ്ങളായിട്ട് ഇപ്പോഴും ജീവിച്ചു പോരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഈ അവരുടെ സിനിമ കഥയാകുന്ന സമയത്തേക്ക് ഒന്നുകിൽ സിനിമ പരിഷ്കരിക്കപ്പെടും, അല്ലെങ്കിൽ ഈ കഥയൊന്നും പരിഗണിക്കപ്പെടുകയില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പം ഹരീഷ് ഇതിനകത്തേക്ക് നിന്ന് രണ്ടിലേക്ക് നിന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു പുതിയ തലമുറയിൽ ഒരു വലിയൊരു ഭാഗമുണ്ട് സിനിമ ഒരു മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നത്. അതിലെന്താ നമുക്കൊരു ഇത് പറയാൻ പറ്റും അവരോട്? നമുക്ക് ഞാൻ പറഞ്ഞൊരു ഉപദേശം കൊടുക്കാനല്ല, അല്ലാതെ എന്താണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണ്? അതായത് ഈ സിനിമാ കഥ എന്ന് പറഞ്ഞ് ചെറുകഥ എഴുതാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ രണ്ടും ആകാതെ പോകും. സിനിമ കഥയാകില്ല, ചെറുകഥയാകില്ല എന്ന് പോകും. നമ്മൾ കഥ എൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. സിനിമയിൽ അവർ ചെല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സിനിമയ്ക്ക് ഒരു തിരക്കഥ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും പ്രധാനമായിട്ടൊരു
ഡയറക്ടറുടെ സഹായം അവർക്ക് ആവശ്യമുണ്ട്. ആദ്യമായിട്ട് അവർ ഡയറക്ടറെ സമീപിക്കുക, അയാളോട് മനസ്സുള്ള കഥ പറയുക, എന്നിട്ട് അയാളുടെ ഇഷ്ടത്തിന് ആ കഥയെ രൂപപ്പെടുത്തുക. ഞാൻ മുമ്പ് പറഞ്ഞു, ഡയറക്ടറുടെ മനസ്സിലാണ് സിനിമ സംഭവിക്കുന്നത്. സിനിമാക്കഥ ഒരുപാട് പേരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് നമ്മൾ. പലപ്പോഴും നല്ല കഥാകൃത്തുകൾ സിനിമയിൽ പോയി വർക്കാകാറില്ല. കാരണം ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് പേരുടെ മുമ്പിൽ കഥ പറയേണ്ട ആവശ്യമുണ്ട് ഇതിനകത്ത്. ഞാൻ മോശമായിട്ട് കഥ പറയുന്ന ഒരാളാണ്, പക്ഷേ ചിലർ വളരെ ഗംഭീരമായിട്ട് കഥ പറയും. നമ്മൾ അന്തിച്ചു പോകും. വളരെ മോശം കഥ പോലും വളരെ നല്ലതായിട്ട് അവർ പ്രസൻറ്റ് ചെയ്യും. ഞാനീയിടെ ഒരു തമിഴിൽ ഒരാൾ കഥ പറയുന്നത് കേൾക്കാനിടയായി. അത്ഭുതകരമായ രീതിയിൽ കഥ പറയുന്നത് നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. ഇതെന്താണ് ഈ പറയുന്നത് ഞെട്ടിപ്പോകും. അങ്ങനെ കഥ പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ കഥ പറയാനുള്ള കഴിവുണ്ടെങ്കിൽ നല്ലത് ഈ സിനിമ പോകുന്നവർക്ക്. പിന്നെ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു വായന ഉണ്ടായിരിക്കുന്ന വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. പലരും സിനിമയിൽ നിന്ന് കഥ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. നിലവിലുള്ള കണ്ടംപററി ഉള്ള സിനിമയിൽ നിന്ന് കഥ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അതിൽ നല്ലത് വായനയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആലോചനയിലേക്ക് വരുമല്ലോ, അതിന് സാധ്യതയുണ്ട്. പിന്നെ ഒരു ഡയറക്ടർ ചെയ്ത രീതിയിലുള്ള കഥയുമായിട്ടല്ല സമീപിക്കാതിരിക്കുക. സാധാരണ ഇപ്പം ദിലീഷ് പോത്തൻ ചെയ്ത സിനിമകളുടെ അതേ രീതിയിലുള്ള കഥകളുമായിട്ടായിരിക്കും ഒക്കെ ദിലീഷ് പോത്തനെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ ലിജോയുടെ അടുത്തോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അടുത്ത് എത്തുന്നത്. അവരൊരു പക്ഷേ അതായിരിക്കും ആഗ്രഹിക്കുന്നത്. അവർ വിചാരിക്കുന്ന പുതുമയായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടതുമായിട്ട് അവർ അടുത്ത് ചെല്ലുക. ഈ ലിറ്ററേച്ചറും സിനിമയായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഇപ്പം രണ്ട് നെറ്റ്ഫ്ലിക്സ് റിലീസുകളുണ്ട്. അതായത് ഒന്ന് പെഡ്രോ പരാമോ, പിന്നെ 100 Years of Solitude. ഏതെങ്കിലും 100 Years of Solitudeന്റെ തുടക്കമേ കണ്ടുള്ളൂ, മുഴുവൻ കണ്ടില്ല. പെഡ്രോ പരാമോ ഞാൻ കണ്ടിരുന്നു. പെഡ്രോ പരാമോ എനിക്ക് ഇഷ്ടപ്പെട്ടു. പലരും എന്നാ അങ്ങനല്ല പറഞ്ഞത്, പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് തോന്നുന്നില്ലേ? എനിക്കങ്ങനെ തോന്നി. എനിക്ക് ഒരുപാട് വർഷം മുമ്പ് വിലാസിന്റെ അവകാശികൾ ഞാൻ വായിച്ചിരുന്നു. അല്ല, അവകാശികൾ വിലാസിൽ ചെയ്ത പരിഭാഷ അന്ന് എനിക്കത് വല്ലാതെ കൊണ്ടിരുന്നു. ഞാൻ പെഡ്രോ പരാമോ ഇംഗ്ലീഷ് വായിച്ചിട്ടില്ല. ചിലർ പറയുന്നത് ഇംഗ്ലീഷിൽ തന്നെ വായിക്കണമെന്ന് പറയുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അതേ ഫീലിംഗ് എനിക്ക് ഇത് ചെയ്തപ്പോൾ ഇന്നിപ്പം കരുണാകരനൊക്കെ പറയുന്നത് നല്ല ട്രാൻസ്ലേഷനാണ് ആയിരിക്കും. ഞാനത് ഒറിജിനൽ വായിക്കാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതേ ഒരു വികാരം എനിക്ക് അതിൽ നിന്ന് കിട്ടി. പെഡ്രോ പരാമോ ഇത് സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല, അതൊക്കെ കാണുമ്പോഴേ അത്തരത്തിലുള്ളൊരു വർക്കൊക്കെ കാണുമ്പോൾ നമുക്കൊരു മലയാള സിനിമയെ കുറിച്ചൊക്കെയുള്ള ഒരു ധാരണ എന്തെങ്കിലും രീതിയിൽ തോന്നും. മലയാള സിനിമയിൽ അങ്ങനെ ഒരു റിസ്ക് നമ്മുടെ സിനിമയിൽ എടുക്കുന്നില്ല പലപ്പോഴും. നല്ല ലിജോ ജോസ്, നിങ്ങളുടെ സുഹൃത്തായ ലിജോ ജോസ് എടുക്കുന്നുണ്ടല്ലോ. ലിജോ എടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം കഴിഞ്ഞ പടമൊക്കെ തന്നെ വലിയൊരു പിന്നെ റിസ്ക് എടുക്കുന്നുണ്ട്. പക്ഷെ മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഒരു ചെറിയ ഇൻഡസ്ട്രിയാണല്ലോ. ഒരു പരിമിതിയുണ്ട് ഇവിടെ. മൂലധനത്തിന് പരിമിതിയുണ്ട്, കാണാവുന്ന ആളുകൾക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ റിസ്ക് എടുക്കാതെ. പക്ഷെ നമ്മുടെ സംവിധായകരൊക്കെ നല്ല വായനക്കാരൊക്കെ തന്നെയാണ്, സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. ഒരുപക്ഷെ ഈ മൂലധനത്തിന് പരിമിതി കൊണ്ടായിരിക്കും അവർ റിസ്ക് എടുക്കാത്തത് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ചെയ്യാവുന്ന ഒരുപാട് സാഹിത്യത്തിൽ നമുക്ക് തന്നെ ഉണ്ട്. അത് ധൈര്യപൂർവ്വം ചെയ്യണം എന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ പലപ്പോഴും മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു സാധനം എടുക്കാൻ മുന്നോട്ട് വരുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് പലപ്പോഴും. അല്ലെ അതുപോലെ നല്ല ഡയറക്ടർമാരുടെ ചെയ്യുമായിരിക്കും. ഡയറക്ടർമാരില്ലാത്തത് തന്നെയല്ലേ പ്രശ്നം? കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അവർ വളരെ ലോക്കലൈസ് ചെയ്തിട്ടുള്ള സംഗതികൾ ഗ്ലോബലായിട്ട് വിൽക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പം അതിനകത്തേക്ക് വരുന്നില്ല എന്നുള്ളതൊരു പരിമിതി തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ധൈര്യപൂർവ്വം അതിനുവേണ്ടി ചെയ്യുക എന്നൊരു കാര്യമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന് സംഭവിക്കേണ്ടതാണ്. നെറ്റ്ഫ്ലിക്സ് അതിൻ്റെ മുൻകൈ എടുക്കുകയും അതിന് നന്നായിട്ട് പണം മുടക്കുകയും വേണം. നന്നായിട്ട് പണം മുടക്കുകയും ആ റിസ്ക് അവരെടുക്കുകയും വേണം. മലയാളി എന്ന് പറഞ്ഞ മാർക്കറ്റിനെ മാത്രം കണ്ടാൽ പോരാ. പിന്നെ പെഡ്രോ പരാമോ ചെയ്യുമ്പം അതിനൊരു ലോകം മുഴുവൻ അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. തിരിച്ച് നമ്മൾ പുനത്തിലിൻ്റെ സ്മാരകശീലം ചെയ്യുവാണ്. മലയാളിക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയാവുള്ളൂ. വലിയ ഓഡിയൻസിനെ അങ്ങോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് അല്ലെ അതിനുവേണ്ടി അധ്വാനിക്കേണ്ടി വരും. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ നടക്കുന്നത്. അല്ല, ഇതിനകത്ത് ഈ നമ്മളിപ്പം പല മോശം നെറ്റ്ഫ്ലിക്സ് സീരീസ് കണ്ടാലും നമ്മളിപ്പോൾ ഒരു ഹരീഷ് പറഞ്ഞല്ലോ ഹിസ്റ്ററി ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മളിപ്പോൾ പല ഹിസ്റ്റോറിക്കൽ കോണ്ടക്സ്റ്റുകളിലും നടന്ന സംഭവങ്ങളെ ഇതാക്കുമ്പം അതിനകത്തുള്ള റിസർച്ചും ഇതൊക്കെ നോക്കുമ്പോൾ അത് പൂർണ്ണമായിക്കൊള്ളുന്നില്ല. എന്നാൽ പോലും അങ്ങനത്തെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്കൊക്കെ കൊണ്ടുപോകാൻ സീരീസിന് കഴിയുന്നുണ്ട് പലതരത്തിൽ. ഇപ്പോൾ അമേരിക്കൻ ജീവിതം, ഒരു കാലത്തെ ബ്രിട്ടീഷ് ജീവിതം, അല്ലെങ്കിൽ സ്പാനിഷ് അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ ജീവിതമൊക്കെ തന്നെ അത്തരത്തിലുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ സ്മാരകശിലകളോ അല്ലെങ്കിൽ ഖസാക്കിൻ ഇതിഹാസോ അല്ലെങ്കിൽ MTയുടെ തന്നെ നോവലുകളോ ഒക്കെ തന്നെ സാധ്യതകളുള്ള ഉണ്ട്. ഉറപ്പായിട്ട് ചെയ്യാം. ഞാൻ വെബ് സീരീസ് കാണുന്ന ആളാണ്. എനിക്ക് ഇഷ്ടം തോന്നിയ വൈക്കിംഗ് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. അതെ, വൈക്കിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ 6 സീസണും ഇങ്ങനെ കുത്തിരുന്നതാണ്. ഭയങ്കര ത്രില്ലടിച്ച് കണ്ടത്. അതിനകത്ത് സ്ത്രീ കഥാപാത്രം ലഗർത്ത മറ്റേയാളുടെ പേര് മറന്നുപോയി. പിന്നെ ബ്യോൺ ആൻസൈഡ്, അങ്ങനെ ഒരു അത് അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ എടുത്തു നോക്കുക.
വേറൊരു വെബ് സീരീസ് കണ്ടിട്ടും അത്രയും ക്യാരക്ടേഴ്സ് എൻ്റെ ഉള്ളിൽ നിൽക്കുന്നില്ല. പക്ഷെ ഇത് വൈക്കിംഗ് കണ്ടു കഴിഞ്ഞപ്പം അതിനകത്ത് 10-30 ക്യാരക്ടേഴ്സ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവരെ കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നുണ്ട്. അല്ല അവരുടെ മുഖം എവിടെയെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് ഇയാളാണല്ലോ നമ്മൾ ആലോചിക്കാൻ പറ്റുന്നുണ്ട്. അതാ കഥാപാത്ര നിർമ്മിതിയുടെ കരുത്താണ്. അതിൽ മൈന്യൂട്ടുമാണ്. അതിലൊരു കാർപ്പൻ്ററായിട്ട് വരുന്ന ആൾ അവസാനം വരെയുള്ള ഷിപ്പ് നിർമ്മാതാവ് തൊള്ളടിച്ച് കണ്ട സീരീസാണ്. അപ്പം അത്രയും ആഴത്തിൽ അവരാ പണിയെടുത്തിരിക്കുന്നത്. അത് നമ്മൾ ചെയ്യണം. പിന്നെ എപ്പോഴും യൂറോപ്യൻ സാധനങ്ങളുടെ പ്രത്യേകത അവരുടെ ചരിത്രം ലോക ചരിത്രവും കൂടെയാണ്. വൈക്കിങ്ങുകളുടെ ചരിത്രം ലോക ചരിത്രമാണ്. പക്ഷെ നമ്മളുടെ ഹിസ്റ്ററിയോ നമ്മൾ ഇതെടുക്കുമ്പോൾ നമ്മുടെ പരിമിതി അവിടെയാണ് കിടക്കുന്നത്. നമ്മളത് ലോക ചരിത്രമല്ല ആയിട്ട് ആരും അംഗീകരിക്കുന്നില്ല. അത്രയും പേർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അതാണ് എൻ്റെ പ്രശ്നം. പക്ഷേ എനിക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ലോക ചരിത്രം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കീഴാളൻ അല്ലെങ്കിൽ അടിമയായി മാറുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ആ തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പറഞ്ഞാൽ ശരിക്കും എനിക്ക് തോന്നുന്നു ഹരീഷിനൊക്കെ അങ്ങനെ ഒരു വേ ഓഫ് തിങ്കിങ്ങിൽ അത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഗതി. ഇപ്പോൾ ഇന്നാളെ ഞാൻ ആലോചിച്ചു വിനിൽ പോളിൻ്റെ അടിമ കേരളത്തിൻ്റെ ചരിത്രമുണ്ട്. അത് വായിച്ചപ്പോൾ അതിനകത്ത് കേരളത്തിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലോട്ട് അടിമകളെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അയാൾ അവിടെ പോയി അയാളുടെ ജീവിതത്തെക്കുറിച്ച് മെൽപ്പോൾ എഴുതുന്നുണ്ട്. അതൊക്കെ ശരിക്കും അപാര സിനിമാ സാധ്യതയുള്ള സാധനങ്ങളാണ്. അതിനുവേണ്ടി ധൈര്യപൂർവ്വം പണം മുടക്കാനും ചെയ്യാനും ആളുകൾ ഇറങ്ങിയാൽ നടക്കും ഉറപ്പായിട്ടും. അപ്പോൾ ഈ മറ്റ് സംഗതികൾ, അതായത് വായന എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ മലയാളത്തിലുള്ള വായനകൾ, പിന്നെ ആൾക്കാരുടെ വായന പറഞ്ഞു. അപ്പോൾ മറ്റ് ഭാഷകളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഇംഗ്ലീഷാണല്ലോ വായിക്കാൻ കൂടുതൽ സൗകര്യമുള്ള സംഗതി. അപ്പോൾ അത്തരത്തിലുള്ള വായന എന്താണ് ഹരീഷ്? ഞാൻ അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിക്കും. അങ്ങനെ അടുത്ത കാലത്ത് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ നൗസ്ഗാർഡിൻ്റെ ബുക്കുണ്ട്, മൈ സ്ട്രഗിൾ എന്ന് പറഞ്ഞ ബുക്ക്. അതൊരു 6 വാള്യമുണ്ട്. അത് ഞാൻ കുത്തിയിരുന്ന് വായിച്ച ആളാണ്. വലിയ വർക്കാണ്, പക്ഷെ ഭയങ്കര രസകരമാണ്. ഫോസയുടെ കുറച്ച് വർക്കുകൾ, യോൺ ഫോസയുടെ കുറച്ച് വർക്കുകൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേരുടെയൊക്കെയാണ് വായിച്ചിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം ഈ ബുക്കർ കിട്ടുന്ന അങ്ങനെയുള്ള സാധനമൊക്കെ ആരെങ്കിലും PDF ഒക്കെ അയച്ചിരുന്നതൊക്കെ ഇത് വായിക്കും. ഇപ്പം അവസാനം സോൾനോയിഡ് എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്, സോൾനോയിഡ്. അത് ഗംഭീരമായ റൊമാനിയൻ എഴുത്താണ്. അതിപ്പോൾ കുറച്ച് പകുതി വായിച്ചിട്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള വായനകൾ നടക്കുന്നുണ്ട് ശരി കൂടെ. ഈ വായനയാണോ അതോ ബുക്കായിട്ടാണോ അത് ഹരീഷൻ സൗകര്യം അതാ വായിക്കാം? എനിക്കിഷ്ടം കിൻഡിൽ വായിക്കുകയാണ്. കിൻഡിൽ വായിക്കുന്നത് വളരെ സൗകര്യമുണ്ട് നമുക്ക്. എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് അർത്ഥം അറിയാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അറിയാനുള്ള സൗകര്യമുണ്ട്, കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ട്. എല്ലാവരും പറയുന്നത് പുസ്തകം വായിച്ച് ചിരിച്ചൊരു പറയുന്ന പുസ്തകം വായിക്കുന്നതാണ് ഇഷ്ടമെന്നാണ്. പക്ഷെ ഞാൻ കിൻഡിൽ മേടിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് കിൻഡിൽ ഇഷ്ടപ്പെട്ടു. അതാണ് ഇപ്പം ഈ ബുക്കിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പം നമ്മൾ 100 Days of Solitude തന്നെ ഈ ബുക്കായിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് റെഫർ ചെയ്ത് പോകും. അവിടുത്തെ ഒരു സ്ഥലത്തിന്റെ പേരുണ്ടെങ്കിൽ നമ്മൾ അതേ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് വിക്കിപീഡിയ എന്നുള്ള ഡീറ്റെയിൽസ് വരും. നമ്മുടെ വായന കുറച്ച് നന്നാവും എനിക്ക് തോന്നുന്നത്. അങ്ങനെ അല്ലാതെ വായിക്കുന്നവരുണ്ട്. കാരണം അത്തരമൊരു വായന ആവശ്യമില്ല, എന്താണെന്നറിയാതെ തന്നെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതാണ് രസമായിട്ട് തോന്നുന്നത്. ഇപ്പൊ എനിക്ക് ഇംഗ്ലീഷ് പുസ്തകം കണ്ടാൽ ഞാൻ വാങ്ങിക്കാറില്ല, ഇതിൽ വാങ്ങിക്കും, കിൻഡിൽ വാങ്ങിക്കും. അതാണ് എനിക്ക് രസമായിട്ട് തോന്നുന്നത്. ഈ ഇപ്പം ജോലി രാജിവെച്ചിരിക്കുകയാണ്. രാജിവെച്ചില്ല, ലീവ് എടുത്തിരിക്കുമ്പം എങ്ങനെയാണ്, അതായത് എഴുത്തിൽ നിന്നും എഴുത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സർക്കാർ ജോലി ഇല്ല. അപ്പം നമ്മുടെ റൂട്ടിനൊക്കെ മാറിയിട്ടുണ്ടാവൂലേ? കാരണം വെച്ചാൽ ഒരു എഴുത്തുകാരൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ബസ് കാത്ത് നിന്ന് ചെയ്യേണ്ട ഒരു സംഗതി അല്ലല്ലോ. അപ്പൊ ആ മാറ്റം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? എനിക്കിത് വളരെ സൗകര്യമായിട്ട് തോന്നുന്നു. കാര്യമായ പണിയൊന്നും എടുക്കണ്ടല്ലോ. അതുകൊണ്ട് റൂട്ടീനൊരു മാറ്റമുണ്ട്. ഞാൻ മിക്കവാറും രാവിലെ ഇപ്പോൾ വായിക്കുകയാണ് ചെയ്യുന്നത്. വായിക്കുന്നു, അത്യാവശ്യം എഴുതാൻ തോന്നുമ്പോൾ എഴുതും, അത്രേ ഉള്ളൂ. പിന്നെ വീട്ടിലൊക്കെ അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ട്. പിന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകും. അങ്ങനെയൊക്കെയാണ്. കൃത്യമായ റൂട്ടീനൊന്നും തീരുമാനിച്ചിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് എഴുത്തിനൊരു അങ്ങനെ ഒരു സമയമൊന്നും വെക്കുന്നില്ലല്ലോ? ഇല്ല, എഴുത്തിന് പക്ഷേ ഇത് സഹായകരമാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് നമ്മൾ ഫ്രീ ആയിരിക്കുന്നതാണ് സഹായകരമായിരിക്കും. നമുക്ക് എഴുതണം എന്നൊരു വിചാരം ഉണ്ടായിരിക്കുമല്ലോ. മറ്റേതങ്ങനെയല്ലോ, അതിൻ്റെ പുറകെ ആ ജോലികളുടെ പുറകെ നമ്മൾ പോകുമല്ലോ. അപ്പോൾ എഴുത്ത് കുറച്ചുകൂടെ ഭേദപ്പെടും, കുറച്ചുകൂടെ ക്വാണ്ടിറ്റി എഴുത്ത് വരും, ക്വാളിറ്റിയും വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു എഴുത്തുകാരനടുത്ത്, മലയാളത്തിൽ തന്നെയുള്ള ഒരു എഴുത്തുകാരനോട് പറഞ്ഞ ഏറ്റവും വലിയ ഡിസ്റ്റർബിങ് ഫാക്ടർ ഒരു തരം മൊബൈൽ അഡിക്ഷൻ വന്നതുകൊണ്ടേ. കാരണം എല്ലാ കാര്യങ്ങളും അറിയാം നമ്മൾ. അതൊരു കുറ്റമായിട്ടോ രോഗമായിട്ടോ ഒന്നല്ല ഞാൻ പറയുന്നത്. അതുള്ളതുകൊണ്ട് എനിക്ക് എഴുത്തിലേക്ക് തീരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഡേ ആയിട്ടെന്ന് പറയുന്നുണ്ട്. ഈ മൊബൈൽ ഫോണിനോടുള്ള ഹരീഷിൻ്റെ ഇതെങ്ങനെയാണ്? മൊബൈൽ ഫോണിൽ എനിക്ക് നല്ല പേടിയുണ്ട് അതിനോട്. അത് ഒന്നാമത് അതുകൊണ്ട് വളരെ ഉപകാരമുണ്ട്, ഉറപ്പായിട്ട് ഉപകാരമുണ്ട്. അതില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇതുപോലെ ആകില്ല. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ഇതിനകത്തോട്ട് വീണു പോകുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നോവലൊക്കെ സജീവമായിട്ട് എഴുതുവാണെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ നിന്നൊക്കെ മാറി നിൽക്കും. ഫേസ്ബുക്കും ഇതെല്ലാം മാറി നിന്നിട്ട് അത്യാവശ്യം ഫോൺ വിളിയൊക്കെ ചെയ്യും, അതേ ഉള്ളൂ. അല്ലാതെ ഫേസ്ബുക്കൊക്കെ അങ്ങ് മാറ്റി വെക്കും. ഇല്ലെങ്കിൽ ഇത് നടക്കില്ല. നമ്മളെ ആകർഷിക്കുന്ന ഒരു പരിപാടി ഇതിലുണ്ട്. കുറച്ചു നേരം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തോട്ട് അങ്ങ് വീണ് പോകും നമ്മൾ. പക്ഷെ അത് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത്യാവശ്യം
നമ്മൾ പുസ്തകത്തെക്കുറിച്ചുള്ള പോസ്റ്റുകൾ ഇടാറുണ്ട്, ആളുകൾ വായിക്കണമല്ലോ അതുകൊണ്ട് ഇടാറുണ്ട്, അത് ചെയ്യാറുണ്ട്. ഇതിനെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കാം. പുതിയ ആൾക്കാരെല്ലാം അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, ഇതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയും ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനും എല്ലാം ഉപയോഗിക്കാത്. പക്ഷെ അതേസമയം തന്നെ നമ്മളൊരു കുറച്ച് അകലം അതിനോട് പാലിക്കണം. പ്രത്യേകിച്ചും വായിക്കുന്നവരെ എഴുതുന്നവരൊക്കെ ഇച്ചിരി പാലിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്തോട്ട് വല്ലാതെ നമ്മളങ്ങ് ഒരു വീണ് പോകുന്ന അവസ്ഥയുണ്ട്. പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അങ്ങനെ വീണ് പോകുന്നുണ്ടോ. കാരണം രാവിലെ ഒരു ശകല നേരത്തേക്ക് ഇതെടുത്താൽ നമ്മൾ ചിലപ്പോൾ 1.5 മണിക്കൂർ അതിൻ്റെ പുറകെയായിരിക്കും. ആ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു പുസ്തകത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വേണമെങ്കിൽ നന്നായിട്ട് വായിക്കാമല്ലോ, അല്ലെങ്കിൽ ഒരു ആഴ്ചപ്പുറത്ത് തന്നെ കഥ വായിക്കാമല്ലോ. ഈ എഴുത്തുകാർ, സെലിബ്രിറ്റീസ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എഴുത്തുകാരും അല്ലെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കക്ഷികൾ മാത്രമല്ല. ഇപ്പം ക്രിക്കറ്റേഴ്സ്, ഇപ്പം ദിലീപ് പ്രേമേന്ദ്രൻ പറയുമായിരുന്നു, കാരണം അവരുടെ കളിയെപ്പോലും സോഷ്യൽ മീഡിയ സ്വാധീനിക്കുന്നൊരു പ്രശ്നമുണ്ട്. പലരും സോഷ്യൽ മീഡിയ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഈ കളിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇത് മനസ്സിനിങ്ങനെ ഭയങ്കരമായിട്ട് പലതരം സമ്മർദ്ദങ്ങളിൽ കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ട്. ഹരീഷിന് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ? കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഒരു സെലിബ്രിറ്റിയായി കഴിയുന്നതോട് കൂടിയിട്ട് സോഷ്യൽ മീഡിയയിൽ പലതരത്തിൽ പിന്തുടരുകയാണ്. പലപ്പോഴും ചീത്ത വിളിച്ചെന്ന് വരും, പലതരം സമ്മർദ്ദങ്ങൾ വരും, അല്ലെങ്കിൽ എഴുത്തിനെ തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ പല രീതിയിലും ലോബിയിങ്ങോട് കൂടി തന്നെ ആക്രമിക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, മലയാളത്തിൽ വളരെയധികം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഭയങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. മീശയുടെ സമയത്തൊക്കെ ഭയങ്കര ലിഞ്ചിങ് തന്നെ, ഒരു സോഷ്യൽ ലിഞ്ചിങ് തന്നെ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അത്തരം വിമർശനങ്ങളൊക്കെ കാണുന്നത്? എങ്ങനെയാണ് നമുക്ക് ഈ സോഷ്യൽ മീഡിയയെ നമ്മളെക്കുറിച്ച് ഒരാൾ എഴുതിയാൽ, നമ്മളെക്കുറിച്ച് എഴുതുന്ന ഒരു പോസ്റ്റിൻ്റെ ഇടയിൽ ആൾക്കാർ ഇങ്ങനെ വല്ലതും മോശം എഴുതിയാൽ ഇത് നമ്മളെ ബാധിക്കുന്നില്ലെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് പറയാം, നിനക്ക് ഓഫ് ചെയ്താൽ പോലെ എന്ന് ഒരാൾക്ക് ചോദിക്കാം, ശരിയാണ്. പക്ഷെ നമ്മളത് ബാധിക്കും. നമ്മളെന്ന് പറഞ്ഞ വ്യക്തി അത് ബാധിക്കും. നമ്മൾ അതിനെക്കുറിച്ച് വെറുതെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതെനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പം ഞാനതിനെ ഏറെക്കുറെ അതിജീവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിജീവിക്കുന്നത്? അത് കുഴപ്പമില്ല, അതങ്ങനെ പൊക്കോട്ടെ എന്നൊരു രീതിയിൽ, ശ്രദ്ധിക്കാതിരിക്കുക എന്നൊരു രീതിയിൽ ആയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഒരു ലിഞ്ചിങ് എൻ്റെ നേരെ അങ്ങനെ നടക്കുന്നുമില്ല. ചില സമയത്ത് ആരെങ്കിലും ഒക്കെ വന്ന് ചില നിറയൊക്കെ വിളിച്ചിട്ട് അവരുടെ സന്തോഷത്തിൽ പോകും. അത് ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു കലുങ്ക് പോലെ എനിക്ക് തോന്നുന്നു. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് കലുങ്കുണ്ടായിരുന്നു. ആൾക്കാർ വെറുതെ കുറച്ച് പേര് അവിടെ ഇരിക്കും, വഴിയെ പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും, വെറുതെ രാഷ്ട്രീയക്കാരനായാരെയും EMSനെയും കർണാടകനെയും എല്ലാം അവിടെ കുറ്റം പറയും. അത് അവിടെ ഇരുന്ന് അവർക്ക് പറയാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇതിപ്പം നേരെ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ കലങ്കിലിരുന്നുണ്ട് ആരെ എന്തും പറയാം. നമുക്ക് ഇപ്പം പിണറായി വിജയൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ പോയി അദ്ദേഹത്തെ എന്തെങ്കിലും പറയാം, നരേന്ദ്രമോദിയെ പറയാം, ആരെ വേണം പറയാം. അത് അവർക്കൊരു മനസ്സുഖം എന്ന് കിട്ടുന്നുണ്ട്. ആ തരത്തിലെടുത്താൽ നമ്മൾ പിന്നെ ഇതിനകത്തെ കമൻറ്റുകളൊക്കെ വായിക്കുന്നത് ഭയങ്കര രസമല്ലേ. ഭയങ്കര എന്താ പറയുന്നത്, ഇത്രയും ക്രിയേറ്റീവായി കമൻറ്റുകൾ ഇതുവരെ കണ്ടിട്ടില്ല. അത്ര ഗംഭീര പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ എടുത്ത് ഞാനൊന്ന് അതിജീവിക്കുന്നുണ്ട് അതിനെ, കുഴപ്പമില്ല.